നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൻ സ്കീമിലൂടെ പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 9084 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. കക്കാട് ജംഗ്ഷനിൽ മേൽപ്പാതയ്ക്ക് സമീപം സർവീസ് റോഡിന്റെ ഒരു വശം ഇടിയുന്നു. പാലത്തിന്റെ തൂണിന് തൊട്ടടുത്തായി കൂരിയാടിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിന്റെ ഭാഗമാണ് മഴയിൽ ഇടിയുന്നത്. സ്ഥലത്ത് മണ്ണിടിച്ചിലുണ്ടായത് ഏറെ ആശങ്കയിലായിത്തീട്ടുണ്ട്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ദേശീയപാത അധികൃതർ താൽക്കാലികമായി മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് വെള്ളം തട്ടാതിരിക്കാൻ ടാർപ്പ വിരിച്ചിരിക്കുകയാണ്. എന്നാൽ ഇത് ഇനിയും ഇടിഞ്ഞാൽ ജനങ്ങളുടെ ജീവന് വലിയ ഭീഷണിയാകും ഉണ്ടാക്കുക. നിരവധി ബസ്സുകൾ കടന്നുപോകുന്ന റോഡിൻ്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. താൽക്കാലികമായി ഒരു ടാർപ്പ വിരിച്ചതിനാൽ ഇതിന് പരിഹാരമാകില്ല. ദിനംപ്രതി പരപ്പനങ്ങാടിയിലേക്കും കോഴിക്കോടേക്കും കോട്ടക്കലിലേക്കുമായി ബസ്സുകൾ ഇതുവഴിയാണ് കടന്നു പോകുന്നത്. അതിനാൽ തന്നെ നിരവധി പേരുടെ ജീവന് ഭീഷണി ഉയർത്തുന്ന വിഷയമാണിത്. എത്രയും വേഗം അടിയന്തരമായി ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഏവരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, തിരുരങ്ങാടി.